ദുരന്തം തകർത്തെറിഞ്ഞ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന്റെ 4ാം നാൾ ദുരന്തഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സങ്കട കാഴ്ചകൾ തന്നെയായിരുന്നു നമ്മൾ കൂടുതലായി കണ്ടത്. തകർന്ന വീടുകൾക്കിടയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെയും കാണാതായവരുടെയും ID കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മുണ്ടക്കൈ ഭാഗത്തെ ലയങ്ങളിൽ പകുതിയോളം മണ്ണിനടിയിലാണ്. ജിജിന NS SC പ്രൊമോട്ടറാണ്, മുനിസിപ്പാലിറ്റിയിലെ SC പ്രൊമോട്ടറാണ്. അതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ജിജിന NS മരിച്ചുപോയി. പൊളിഞ്ഞ വീടുകൾക്കിടയിലും മൺകൂനകൾക്കിടയിലും അവശേഷിക്കുന്നത് ഇവയൊക്കെയാണ്. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിൽ SSC പ്രൊമോട്ടറായിരുന്ന ജിജിനയ്ക്ക് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായി. അച്ഛനും അമ്മയും കാണാമറയത്താണ്. എന്തുപറ്റിയെന്ന് ആർക്കും അറിയില്ല. അവരുടെ വിവാഹ ചിത്രങ്ങൾ മണ്ണിളക്കിയുള്ള പരിശോധനയിൽ കണ്ടെത്തി. ഇനി കണ്ണു നിറയ്ക്കുന്ന മറ്റൊരു കാഴ്ച. ഇത് ഹിബ ഫാത്തിമയുടെ സ്കൂൾ ഐഡന്റിറ്റി കാർഡാണ്. പക്ഷേ ഹിബ ജീവനോടെയില്ല. വെള്ളാർമല GVHSലെ വിദ്യാർത്ഥികളായിരുന്ന സഹോദരിമാരായ സഫ്ന ഷെറിനും ഷെഹല ഷെറിനും 10ാം ക്ലാസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് സഫ്നയ്ക്ക് സ്കൂൾ നൽകിയ ആദരം, ഷെഹല പഠിച്ച കമ്പ്യൂട്ടർ സെന്ററിലെ ID കാർഡ്, ഇവയൊക്കെയുണ്ട്. പക്ഷേ ഇവരെക്കുറിച്ച് വിവരമില്ലെന്നും നാട്ടുകാർ ദുഃഖത്തോടെ പറയുന്നു. മുണ്ടക്കൈ ഭാഗത്തെ 3 ലയങ്ങൾ പൂർണ്ണമായും മണ്ണിനടിയിലായി. 18ഓളം കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. മറ്റു ലയങ്ങൾ ഭാഗികമായി തകർന്നു. വീടുകളിൽ ചെളി നിറഞ്ഞു. ഉപജീവനമാർഗമായിരുന്ന ഓട്ടോറിക്ഷകളും ജീപ്പുമെല്ലാം തകർന്നു. ടൗണിലേക്ക് പോകാൻ ആശ്രയിച്ച ഇരുചക്ര വാഹനങ്ങൾ ചിതറിത്തെറിച്ചു. അങ്ങനെ ലയങ്ങൾ ഒറ്റപ്പെട്ടു. മനുഷ്യൻ സന്തോഷത്തോടെ ജീവിച്ച ഈ ഭൂമിയിൽ ഇന്ന് മനുഷ്യരെയില്ല. അവശേഷിക്കുന്നത് കുറച്ച് രേഖകളും നിത്യോപയോഗത്തിനു വേണ്ടി ഉപയോഗിച്ച കുറച്ച് വസ്തുക്കളും മാത്രം. ഒരൊറ്റ രാത്രി കൊണ്ട് എത്രയെത്ര സ്വപ്നങ്ങളാണ് തകർന്നില്ലാതായി പോയത്. ക്യാമറമാൻ അഭിലാഷ് തിരുവങ്കോടിനും സതീഷ് ബാബുവിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 വയനാട്.